വർഷയുടെ തിരോധാനം, അച്ഛമ്മയുടെ കോമാവസ്ഥ, ഈ രണ്ട് സംഭവങ്ങൾക്ക് പിന്നിലും എന്തൊക്കെയോ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ജന്മനാ ക്രിമിനലായ വിക്രമിന്റെ മുഖത്ത് എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നതിന്റെ നിഴലാട്ടമുണ്ട്. എന്തൊക്കെ തെളിവുകൾ നശിപ്പിക്കാനുള്ള വ്യഗ്രതയുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ അച്ഛമ്മയുടെ മുറിയിൽ വിക്രം വന്നത് എന്തിനായിരിക്കും? സംശയിക്കാവുന്ന രീതിയിൽ കയ്യിൽ തലയണയുമായി നിന്നത് എന്തിനായിരിക്കും? കോമാവസ്ഥ വിട്ട് റിയാക്ട് ചെയ്യാൻ തക്കമുള്ള എന്ത് സംഭവമായിരിക്കും അവിടെ നടന്നത്? അച്ഛമ്മയുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണെന്നും സ്ഥാനം തെറ്റിയ തലയണയെടുത്ത് നേരെ വെക്കാൻ ശ്രമിച്ചതാണെന്നും വിക്രം വിശദീകരണം നടത്തി. കൂടുതൽ സംശയം തോന്നിപ്പിക്കുന്ന വിശദീകരണം. കോമാവസ്ഥ വിട്ടുമാറി സത്യമെന്തോ പുറത്തു പറയുമെന്ന് ഭയന്ന വിക്രം അച്ഛമ്മയെ കൊല്ലാൻ ശ്രമിച്ചതായിക്കൂടെ? കുടുംബാംഗങ്ങളെയും കൂട്ടി വർഷയൊത്ത് ടൂറ് പോവാൻ മുൻകൈ എടുത്തതും വിക്രമാണ്. എല്ലാ ചെലവുകളും അയാൾ തന്നെ വഹിച്ചില്ലേ? അതിനു പിന്നിൽ വർഷയെ കൊല്ലണമെന്ന ദുരുദ്ദേശമായിരുന്നില്ല വിക്രമിന്. വർഷ ആത്മഹത്യ ചെയ്തതല്ല, വിക്രം അവളെ കൊന്നതാ. എന്താ വന്ദനമ്മ ഒറ്റക്കിരുന്ന് സംസാരിക്കുന്ന? ഏയ് ഒന്നുമില്ല മോളെ. അല്ല, എന്തോ ഉണ്ട്. ദിയമോളോട് പറ, ഞാനും കേക്കട്ടെ. ഒന്നുമില്ല മോളെ. എനിക്ക് വേണ്ട. ഈ ഇടയായിട്ട് വന്ദനമ്മ ദിയമോളോട് ഒന്നും പറയാറില്ല. പരസ്നേഹം കുറഞ്ഞു തുടങ്ങിയെന്നൊരു സംശയം. അങ്ങനൊന്നും പറയരുത് മോളെ. വന്ദനാമ്മ ജീവിക്കുന്നത് തന്നെ എന്റെ ദിയമോൾക്ക് വേണ്ടിയാ. മതി, ദിയമോൾക്ക് അത് കേട്ടാ മതി. വന്ദനമ്മേ, അച്ചച്ചൻ വിളിക്കുന്നു, എന്തോ കാര്യം പറയാനാ. ശരി മോളെ വാ.